എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ അടി MLA സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും തന്നെ തുടങ്ങിയ അടി. ഡൽഹിയിലേക്ക് വിളിക്കുന്നു. ഡൽഹിയിൽ മാരത്തോൺ ചർച്ചകള്, രാത്രി രാവിലെ 2 മണി 3 മണി വരെയൊക്കെ ഗംഭീര ചർച്ചകള്. ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും, എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ എന്ന് പറയണു. ചില ആൾക്കാർ പറയണു ഞാനാണ് ഇവിടുത്തെ MLA, ഞാനാണ് ഇവിടെ ഇത്രയും കൂടുതൽ വികസനം കൊണ്ടുവന്നത്, എന്തുകൊണ്ട് എനിക്ക് സീറ്റ് തരുന്നില്ല എന്ന് അറിയണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലവര്, ഞാൻ 6 മാസം മുമ്പേ ഇവിടെ പ്രചരണം തുടങ്ങിയതാണ്. വേറെ ചിലവരൊക്കെ സ്വന്തം ഫ്ലെക്സ് അടിച്ചു വെക്കണം, പോസ്റ്ററുകൾ ഒട്ടിക്കാൻ റെഡിയായി വെക്കണം. അങ്ങനെയൊക്കെ ഗംഭീര ചർച്ചകളായിരുന്നു. ഡൽഹി പോയവരൊക്കെ പട്ടി ചന്തയ്ക്ക് പോയോലെ തിരിച്ചു വരികയും ചെയ്തു. അത് വേറെ കാര്യം. ആ അടിയൊക്കെ ഏകദേശം തണുത്ത് ഇലക്ഷനൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ നോമിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അടുത്ത അടി തുടങ്ങിയിരിക്കണം. മുഖ്യമന്ത്രി കസേരയ്ക്ക് ആദ്യം ഈ പടക്കത്തിന് തിരികെ കൊളുത്തിയത് സുധാകരൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു UDF അധികാരത്തിലേറും. UDF അധികാരത്തിലേറിയിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. വീണ്ടും അടുത്ത ആള് വീണ്ടും ആ തിരികെ ഒന്നും കൂടിയാണ് ശക്തി കൂട്ടിയിട്ട് പറഞ്ഞു രമേശ് ചെന്നിത്തലയായിരിക്കും കേരളത്തിൽ UDF അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി എന്ന് PJ കുര്യനും. അങ്ങനെ രണ്ടുപേരുടെ സപ്പോർട്ട് കിട്ടി. അപ്പം പിന്നെ കേരളത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും ഈ പൊരിവെയിലത്ത് പുതുയുഗ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് ജാഥ നടത്തി എല്ലാ സ്റ്റേജുകളിലും ഗംഭീരമായ പ്രസംഗം, തൊണ്ട കീറുമാറ് പ്രസംഗം നടത്തിയ VD സതീശൻ ആരാവും? അതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജാഥയൊക്കെ കഴിഞ്ഞ് രാത്രി റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ VD സതീശൻ റെസ്റ്റ് എടുക്കില്ല. ഒരു ചാക്കുമായിട്ട് CPMന്റെ ഓഫീസിന്റെ പടിക്ക് കാവല് നിൽക്കുമായിരുന്നു. ഏതെങ്കിലും CPMകാരൻ മുഖം വീർപ്പിച്ച് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ചാക്കിട്ട് പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് ചാക്കുമായിട്ട് നിൽക്കുമായിരുന്നു CPMന്റെ പാർട്ടി ഓഫീസിന്റെ പടിക്കല്. അങ്ങനെയും കിട്ടിയിട്ടോ 2-3 ആൾക്കാരെ, PK ശശിയെ, അതുപോലെ തന്നെ സുധാകരനെ, പിന്നെ മലമ്പുഴയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സുരേഷിനെ, അങ്ങനെ 2-3 പേരെയൊക്കെ ചാക്കിട്ട് പിടിക്കാനൊക്കെ കഴിഞ്ഞു. അങ്ങനെയുള്ള VD സതീശൻ പിന്നെ എന്തിനായി ഇത്രയും ബുദ്ധിമുട്ടിയത്? രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനോ? പുള്ളിയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയും പ്രയത്നിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളിക്ക് വേറെ പണിയുണ്ടോ? രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഈ ചൂടും കൊണ്ടിട്ട് കേരളത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ടും തെക്ക് നിന്ന് വടക്കോട്ടും ഇങ്ങനെ പുതുയുഗ യാത നടത്താൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാനായിട്ട്. ഇനി വേറൊരാളുണ്ട്, വേണുഗോപാല്. ഡൽഹിയിൽ നിന്ന് മുങ്ങാങ്കുഴിയിട്ട് കേരളത്തിൽ പൊങ്ങിയിരിക്കുന്ന ആളാ. ഈ കേരളത്തിൽ വന്നിട്ട് 2-3 മാസമായിട്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. കേരളത്തിൽ പുതിയതായിട്ട് റിലീസാവുന്ന ആട് 3യും അതുപോലെ തന്നെ ദൃശ്യം 3 ഒന്നും കാണാനല്ല പുള്ളിയും വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് തന്നെ വേണ്ടിയിട്ടാണ്. എങ്ങാനെങ്കിലും UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആവാൻ തന്നെയാണ് പുള്ളിയും ഈ കേരളത്തിൽ വന്നിരിക്കുന്നത്. പുള്ളിക്ക് അറിയാം, ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം കേന്ദ്രത്തിൽ ഒന്നും ആവാൻ പറ്റില്ല, വെറും MP ആയിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയെങ്കിലും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ UDFന് അധികാരത്തിൽ കിട്ടുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള തയ്യാറായിട്ട് തന്നെ പുള്ളി നിൽക്കണത്. എന്തായാലും ഇത്രയും കാലം MLA സീറ്റിനുള്ള അടിയായിരുന്നു. ഇനി നമുക്ക് കാണാം, എങ്ങാനെങ്കിലും ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അടി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. ആദ്യം ഭൂരിപക്ഷം കിട്ടണം, 70 സീറ്റ് കൂടുതൽ കിട്ടണം കേരള നിയമസഭയില്. എന്നാലേ പിന്നെ ഈ അടിക്ക് പ്രാധാന്യമുള്ളൂ. ഇനിയിപ്പോ എങ്ങാനെങ്കിലും 70 സീറ്റിന്റെ കൂടുതൽ കിട്ടിയവർക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ മണ്ണും ചാരി നിന്നാവും പെണ്ണും കൊണ്ടുപോയി എന്നും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ അടിയാവുമ്പോൾ പറയും UDFലെ ഏറ്റവും വലിയ ഘടകകക്ഷി, ഏറ്റവും കൂടുതൽ സീറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് അവകാശവാദവുമായി വന്ന് ചിലപ്പോൾ മുഖ്യമന്ത്രി കസേര അവരും കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം.